നിന്നും മനുഷ്യനും ഒന്നാവുകയും ഹൃദയരേഖകളിൽ നിന്ന് എല്ലാ ഉച്ചനീചത്വങ്ങളെയും മായ്ക്കുകയും ചെയ്ത ഒരു നല്ല നാളെ സ്വപ്നം കണ്ട കവിയായിരുന്നു ശ്രീ കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യമായ ചണ്ടാല വിശികയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്നിവിടെ ആരംഭിക്കുന്നത്. വെയിൽ മങ്ങി ചൂടുമൊട്ടെട്ടൊതുങ്ങി സ്വയമെഴുന്നേറ്റുടൻ ഭിക്ഷു പോയി. വിലയേറുമെന്തോ കളഞ്ഞു കേഴും നിലയാർന്ന ബാലയും വീടുപോകി. അവ പിന്നെ അത്യന്ത ഖിന്നയായി അവശയായി പ്രത്യക്ഷകേതുവഞ്ഞേ. അഴുതവൾ കോണിയിലൊതുങ്ങിയെങ്ങും പൊഴുതുപോകാതായി ബുദ്ധിമുട്ടി. ചിറകറ്റ മിന്നാമിനുങ്ങുപോലെ അറുപകൽ നീങ്ങി ഇഴഞ്ഞിഴഞ്ഞു. പൊറുതിയുണ്ടായില്ല രാവിലുമാ ചെറുമിയന്നുണ്ടില്ലുറങ്ങിയില്ല. അഴകേറും ഭിക്ഷുവുമ പേരാലും വഴിയും കിണറും പരിസരവും ഒഴിയാതവളഹോ മുമ്പിൽ കണ്ടു. മിഴിയടച്ചെന്നാലുമല്ലെന്നാലും തനിയെ തുടർന്നെഴും ചിന്ത നിർത്താൻ തനുഗാത്രിയാളായില്ലെന്നല്ലയോ. നിലവും കിനാവും അഭിന്നമായി മനതാർ കുഴങ്ങി വലഞ്ഞു ബാല. നെടുരാത്രി നീങ്ങാഞ്ഞു നിർവേദത്താൻ പിടയും തൻ ശയ്യയിൽ വേല വാങ്ങി. ചെടുതി എഴുന്നേറ്റവളിരിക്കും ഉടനെ പോയി വാതിൽ തുറന്നു നോക്കും. ഇരവിനെ നിന്നു ശപിക്കും തന്നി തിരികെ കിടക്കയിൽ പോയി വീഴും. വിരഞ്ഞിതവൾ ഭൂതപീഡയാലോ ജ്വരസംഭ്രമത്താലോ എന്ന വണ്ണം അറയിൽ താനേകയായി ഇപ്രകാരം പറവാനാകാത്തൊരിയാമയത്താൻ. അറയിൽ താനേകയായി ഇപ്രകാരം പറവാനാകാത്തൊരിയാമയത്താൽ. നന്ദി, നമസ്കാരം.